കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ പല വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ അവരായിരിക്കും എന്നെ വിളിച്ചിട്ടായിരിക്കില്ല അവരുടെ വീടിന്റെ പ്ലാൻ എടുത്തിട്ടുള്ളത്. അവർ വേറെ ആരെങ്കിലും കൊണ്ടായിരിക്കും എടുത്തിട്ടുള്ളത്. പക്ഷെ ആ വീട് വെച്ച് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം 5 വർഷം താമസിക്കുമ്പം അവർക്ക് തന്നെ തോന്നുന്നു എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് പല കാര്യങ്ങളും നടക്കുന്നില്ല, നമ്മളിൽ ഉണ്ടായിരുന്ന തൊഴിൽ പോയി, കയ്യിലുള്ള പൈസ പോയി, പിന്നെ നമ്മുടെ ബന്ധുക്കളെല്ലാം നമ്മുടെ ശത്രുക്കളായിട്ട് മാറി, നമുക്ക് വീടിന് കണ്ണുദോഷങ്ങളുണ്ട്, അങ്ങനെ പലർക്കും പലതാണ് പ്രശ്നം. അപ്പോഴത്തേക്കായിരിക്കും അവർ ഒരുപക്ഷെ എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ കൺസൾട്ടിങ്ങിനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർ സ്വയം വരുത്തി വെച്ചാക്കുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഒരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നപ്പോഴത്തേക്ക് അവരുടെ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അവരങ്ങനെ പ്ലാൻ എടുത്ത് തന്നപ്പോഴത്തേക്ക് നോക്കി അടിപൊളി ഒരു വീട്. ഇപ്പം നമ്മൾ കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടാണെന്ന് വയ്ക്കുക. വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കിച്ചൺ. തെക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയാണ്? സൗത്ത് ഈസ്റ്റ് കോർണർ. അല്ല, നമ്മുടെ ചില ക്ലയൻറ്റുകൾക്ക്, നമ്മുടെ വ്യൂവേഴ്സിന് ഇത് സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സൗത്ത് ഈസ്റ്റും കൂടെ എടുത്ത് പറയുന്നത്. അതേപോലെ തന്നെ കന്നിമൂല ഭാഗത്ത് അവർക്കൊരു മാസ്റ്റർ ബെഡ്റൂം. വടക്ക് പടിഞ്ഞാറ് വായു കോണിലും അവർക്കൊരു ബെഡ്റൂം. വടക്ക് കിഴക്ക് ഈശാന കോണിൽ അവർക്ക് സിറ്റ് ഔട്ടും ലിവിങ് റൂമും. ആഹാ, നല്ല വീട്. കാരണം എന്താണ്? വീടിനെ സംബന്ധിച്ചിടത്തോളം വീട് റെക്ടാങ്കിൾ സ്ക്വയർ ഷേപ്പാണ്. അതുപോലെ തന്നെ 4 ദിക്കുകളും അവർ വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട് വാസ്തുപ്രകാരം ഓക്കെയാണ്. അപ്പോൾ ഈ പ്ലാൻ കണ്ടപ്പോൾ അവരുടെ അടുത്തൊന്നും പറയുന്നില്ല. എന്താ, മനസ്സുകൊണ്ട് ഇവരുടെ വീട് വാസ്തുപ്രകാരം ശരിയാണല്ലോ, പിന്നെ എന്താ അവരുടെ പ്രശ്നം എന്ന് സ്വയം തോന്നുന്നു. അവരുടെ അടുത്തൊന്നും പറയുന്നില്ല. വീട് കാണാനായിട്ട് പോകുന്നു. വീട് കാണാനായിട്ട് പോയി ഓരോ മുറികളും കടന്നുപോയിട്ട് അടുക്കളയിലെത്തിയപ്പോൾ അടുക്കളയുടെ വെളിയിൽ ഇത്രയും ഭാഗത്ത് പ്ലാനിലില്ലാത്ത ഒരു റൂം. അതായത് കിച്ചന്റെ വെളിയിൽ ഈ തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഇത്രയും ഭാഗത്തുള്ളത്. ഞാൻ ചോദിച്ചു, ഇതെന്താണ്, ഇത് പ്ലാനിലില്ലല്ലോ സാറേ? വീട് വെച്ച് വന്നപ്പോൾ നമുക്ക് ഒരു വിറകടുപ്പ് വേണം, അപ്പോൾ അതിനൊരു സൗകര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് നോക്കി ഒന്ന് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഈ ഹൈറ്റിൽ നിന്നും ഒരല്പം താഴ്ത്തി വെച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. വീടുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുമ്പോൾ ഇത് വീട്ടിന്റെ ചുവരിൽ ചേർത്തിട്ടാണ് ഈ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം 2 ദിക്കുകൾ പോയി. അതാണ് പറഞ്ഞത്, ശ്രദ്ധക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വരുത്തി വെച്ചാക്കുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയും. ഇത് ഇവിടെ തന്നിറക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സൗത്ത് എന്ന് പറയുന്ന ഭാഗവും സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗവും വീട്ടിൽ മിസ്സിംഗ് ആയപ്പോഴത്തേക്ക് 2 ദിക്കുകൾ പോയി. ഈ വീട്ടിൽ എന്ത് സംഭവിക്കും? പേരും പ്രസിദ്ധിയും എല്ലാം നഷ്ടപ്പെടും. നമ്മുടെ സമ്പത്ത് മൊത്തം കയ്യിൽ നിന്ന് പോകും. ഭാര്യയും ഭർത്താവും നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഡൈവേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ എന്നിവയെല്ലാം ഇതുമൂലം ഉണ്ടാവും. കാര്യം എന്താണ്? കന്നിമൂലയും പോയി, സൗത്തും പോയി. അവർ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് ഇറക്കി. ഇപ്പൊ നമ്മൾ ചെയ്തൊരു വീട്, ഞാൻ കൺസൾട്ട് ചെയ്തൊരു ഞാൻ പ്ലാൻ വരച്ചു കൊടുത്തൊരു വീട്, ആ വീട്ടിൽ അവർ പറയുന്നു, സാറേ ഇപ്പൊ നമ്മൾ പ്ലാൻ എല്ലാം വരച്ചു തന്നു, പക്ഷെ ഇവിടെ ചെയ്തു വന്നപ്പോഴത്തേക്ക് നമുക്കൊരു വർക്ക് ഏരിയ വേണമല്ലോ സാർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വർക്ക് ഏരിയ ചെയ്തോളൂ, പക്ഷെ എങ്ങനെ ചെയ്യണം? ഈ വീടുമായി ബന്ധപ്പെടുത്താതെ ഈ രീതിക്ക് ചെയ്യണം. അതായത് 2 2 ഫിത്തി ആയിരിക്കണം. ഈ രീതിയിൽ ഇതുമായിട്ട് ടച്ച് ചെയ്യാതെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ടച്ച് ചെയ്തപ്പോഴാണ് വീടിന്റെ ഷേപ്പ് പോയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരുത്തി വെച്ചൊരു വീട്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു അവിടെ പ്രശ്നം. ഇനി ചില വീടുകൾക്ക് നമ്മൾ വരുത്തി വയ്ക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ട്, ഇപ്പം ഇത് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഇവർക്ക് ഇവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്. ഇത് ടോയ്ലറ്റ് ആണ്, ഇത് ഡ്രസ്സിംഗ് റൂമാണ്. ഇവിടെ ഗൃഹനാഥയും കിടക്കുകയാണ്. ഈ ഗൃഹനാഥന്റെ അമ്മ വയ്യാതെ ഈ റൂമിൽ കിടക്കുകയാണ് എന്ന് കരുതുക. ഇത് ഏത് ഭാഗത്താണ്? നോർത്ത് വെസ്റ്റ് ഭാഗത്തെ ബെഡ്റൂം. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയണമെന്നുണ്ടെന്ന് വെച്ചോ. ഇവരെന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് തള്ളി, എങ്ങും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂം പോയി എടുക്കുന്നില്ല, ഇവിടെ എടുക്കുന്നില്ല, ഒന്നുമില്ല. വീടിന്റെ പുറത്ത് ഇവിടെ നിന്ന് കയറി എത്തക്ക രീതിയിൽ ഇവരിവിടെ ഒരു ടോയ്ലറ്റും പണി. ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ വന്ന അതേ മിസ്റ്റേക്ക് വെസ്റ്റിൽ വന്നു, നോർത്ത് വെസ്റ്റിൽ വന്നു. നോർത്ത് വെസ്റ്റിൽ അപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടല്ലോ, നോർത്ത് വെസ്റ്റ് ഭാഗത്തിൽ ടോയ്ലറ്റ് പണിയാന്ന് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ടോയ്ലറ്റ് പണിഞ്ഞത് അത് കുഴപ്പമില്ലല്ലോ സാറേ.
നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് പണിഞ്ഞപ്പോൾ വീടിന്റെ ഷേപ്പ് പോയി എന്നുള്ളത് ഇവർ അറിയുന്നില്ല. അപ്പോൾ ഇവരൊരു ടോയ്ലറ്റ് പണിഞ്ഞിട്ട് വീടിന്റെ ഷേപ്പ് പോയി. അപ്പോൾ ഈ രീതിയിലും നമുക്ക് വാസ്തുദോഷങ്ങൾ നമ്മൾ അറിയാതെ വരുത്തി വെക്കും. ഇനി മറ്റൊരു ദോഷം ഇവിടെ എങ്ങനെ പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇത് ഇവിടെ ചെയ്ത അതേ ഇത് തന്നെ, ഇതിൽ ഇത്രയും ഭാഗം നമുക്ക് പോയി, ഇതിവിടെ ഇല്ലെന്ന് വെച്ചോ. ഇങ്ങനെയുള്ളൊരു വീടാണെങ്കിൽ ഇത് ഇത്രയും പോയി. ഇവിടെ നമുക്ക് സംഭവിച്ചത് എന്താണ്? സൗത്ത് വെസ്റ്റും പോയി, വെസ്റ്റും പോയി. കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകൾ, കഴിവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നഷ്ടപ്പെട്ടു. ഗൃഹനാഥനും ഗൃഹനാഥയായി അടിയായി. ഈ പ്രശ്നങ്ങൾ ഒരൊറ്റ ടോയ്ലറ്റ് മൂലം വന്നു. അതേപോലെ തന്നെ ഗൃഹനാഥൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും വീട്ടിലുണ്ടായി. ഒരു ടോയ്ലറ്റ് വരുത്തി വെച്ച വിന. നമ്മൾ വാസ്തുപ്രകാരം വരുത്തി വയ്ക്കുന്ന ചില തെറ്റുകളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ രണ്ട് മിസ്റ്റേക്ക് കഴിഞ്ഞിട്ട് വേറെ പൊതുവായിട്ട് കണ്ടുവരുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇവരൊരു വണ്ടി എടുത്തു. ഒരു വീട് വെച്ചപ്പോൾ വണ്ടി ഇല്ലായിരുന്നു, ഇവർക്ക് പോർച്ചും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇവരിപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തു. ഇവരുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇവർക്ക് ഗേറ്റ് ഉള്ളത്. വടക്ക് കിഴക്ക് ഗേറ്റിൽ നിന്ന് നേരെ വണ്ടി വന്നു. വണ്ടി വരുമ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായി ഏറ്റവും ഇടാനായിട്ടുള്ള സൗകര്യം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. ഇവരെന്ത് ചെയ്തു? നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കാർ പോർച്ച് അങ്ങ് പണിഞ്ഞു. ഈ കാർ പോർച്ച് വീടുമായിട്ട് ടച്ച് ചെയ്തിട്ട് പണിഞ്ഞതാണ്. അപ്പം പണിക്കാരെ വിളിച്ചപ്പോഴത്തേക്ക് ഷീറ്റ് ഇട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചു. പണിക്കാരെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നമുക്ക് വലിയ ചിലവില്ലാതെ ചെയ്യാം, കാരണം ഇത് ഇവിടെ നിന്ന് കൊടുക്കുന്ന പൈപ്പുകൾ നമുക്ക് ഈ ഭിത്തിയിൽ പിടിപ്പിക്കാം, ഇവിടെ പിടിപ്പിച്ചുകൊണ്ട് അങ്ങ് ചെയ്യാം, എന്നിട്ട് ഇവിടെ 2 തൂണുകളും കൂടെ ഇട്ട് ഷീറ്റ് വിട്ട് കഴിഞ്ഞാൽ മതി, കാർ പോർച്ചായി. ഓ ശരി, ആയിക്കോട്ടെ. അങ്ങനെ കാർ പോർച്ച് അങ്ങ് പണിഞ്ഞു. കാർ പോർച്ച് പണിഞ്ഞപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ജോലി അങ്ങ് പോയി. EMI ഇട്ടൊക്കെയാണ് വണ്ടി എടുത്തത്. പുള്ളിയുടെ ജോലി അങ്ങ് പോയി. ജോലി പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കുറച്ച് ക്ഷയിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് ഒരു സംശയം, എന്താ സംഭവിച്ചതെന്ന്. അപ്പോഴത്തേക്ക് ഇവരൊരു വാസ്തുകാരനെ വിളിച്ചു, കാണിച്ചു. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇദ്ദേഹം കാർ പോർച്ച് പണിഞ്ഞപ്പോൾ, വീടുമായി ബന്ധപ്പെടുത്തി പണിഞ്ഞപ്പോൾ, ഇദ്ദേഹത്തിന്റെ നോർത്ത് ഭാഗവും നോർത്ത് വെസ്റ്റ് ഭാഗവും വീടിൽ മിസ്സിംഗ് ആയി. ക്ലിയർ ആണല്ലോ? ഈ നോർത്ത് ഭാഗം പോയി. എങ്ങനെ പോയി? വീടിന്റെ വാസ്തുവിന്റെ ആയാലും ഫംഗ്ഷയുടെ ആയാലും ബേസിക് ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ ഇത് വരണമെന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ ഇത് തള്ളി വെളിയിൽ വന്നപ്പോൾ ഇവിടുത്തെ നോർത്ത് വെസ്റ്റ് ഭാഗത്തെ ആ സ്ക്വയർ ഷേപ്പ് വീട്ടിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ തൊഴിലും പോയി, ഗൃഹനാഥൻ ക്ഷയിക്കുകയും ചെയ്തു. കാരണം വടക്കും വടക്ക് പടിഞ്ഞാറുമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ 3 മിസ്റ്റേക്കുകളെ പറ്റിയാണ് സംസാരിച്ചത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ സ്വയം മനസ്സിൽ പറയുന്നുണ്ടാവും, സാർ പറഞ്ഞത് ശരിയാണ്, എൻ്റെ വീട്ടിലും ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം, കാരണം അത് അത്രയും കറക്റ്റായിട്ട് നമ്മൾ വീടുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്. ഇവിടെ ഒരു വർക്കേരി പണിഞ്ഞു തെക്ക് കിഴക്ക് ഭാഗത്ത്, സൗത്തും സൗത്ത് വെസ്റ്റും നഷ്ടപ്പെട്ടു പോയി. ഇവർ പോലും അറിയുന്നില്ല ഇങ്ങനൊരു പ്രശ്നം ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് തോന്നിയിട്ട് ഇവിടെ നിന്നൊരു ടോയ്ലറ്റ് പണിഞ്ഞു പടിഞ്ഞാറ് വശത്ത്. ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലാത്ത വീട്ടിലൊരു ടോയ്ലറ്റ് പണിഞ്ഞു കൊടുക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾ വാസ്തു നോക്കി പണിയുക. ഇവിടെ ആണെങ്കിൽ ഇവർക്ക് എവിടെ പണിയാമായിരുന്നു? ഇവിടെ പണിയാമായിരുന്നു. ഇതിന്റെ സൂത്രത്തിൽ കയറാതെ ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയാമായിരുന്നു, ഇവിടെ നിന്ന് കയറിയാൽ മതിയായിരുന്നു. ഇവരെന്ത് ചെയ്തു? വീടിന്റെ പുറകിൽ ചെയ്തു, വീടുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തപ്പോൾ ഇവിടെ ഈ ടോയ്ലറ്റ് വന്നപ്പോൾ വെസ്റ്റും സൗത്ത് വെസ്റ്റും പോയി. അടുത്ത സംഭവിച്ചത് എന്താണ്? ഒരു കാർ എടുത്തു. കാർ ഇടാനായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കാർ പോർച്ച് പണിഞ്ഞു, നോർത്തും നോർത്ത് വെസ്റ്റും പോയി. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വീടുമായി ചേർന്ന് യാതൊരു നിർമ്മിതികളും ചെയ്യരുത്. ഇതിന്റെ ഹൈറ്റ് കുറച്ച് ചെയ്താൽ കുഴപ്പമില്ല, അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് ഇട്ട് ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ അനുഭവത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്കുണ്ടായിരിക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മളിപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഓടി എത്താനായിട്ട് പറ്റുന്നില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കൺസൾട്ടിങ്ങും മറ്റു തിരക്കുകളൊക്കെ കാരണം ചെന്നെത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഞാനൊരാൾ നോക്കിയാൽ എത്ര വീടുകൾ നോക്കാൻ പറ്റും? അപ്പോൾ ഇത് ആവശ്യക്കാർ ഒരുപാടുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിനെ ഒരു കോഴ്സാക്കി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ കോഴ്സായിട്ട് ഫംഗ്ഷയുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് എടുത്തു വെച്ചിട്ട് ഇത് പഠിച്ച് അവർ വീടുകളിലേക്ക് കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ അപ്പം അവരും പറയുന്നുണ്ട്, സാറ് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് വീടുകൾ നമ്മൾ കാണുന്നുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നുണ്ട്, സാറേ ഇതിലിപ്പോൾ നമ്മളൊരു പ്രധാന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഫംഗ്ഷി ആയതുകൊണ്ട് പല വീടുകളിലും ചെല്ലുമ്പോൾ നമുക്ക് ഈ പൊളിച്ചു മാറ്റുകൾ അവരൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചില എലമെന്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ചില ഫംഗ്ഷി ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, നമുക്ക് ഇതിനെ പരിഹരിക്കാൻ പറ്റുന്നത് കൊണ്ട് വീട്ടുകാർക്ക് വലിയൊരു ആശ്വാസമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊളിച്ച് ചെയ്യാൻ പറ്റുന്ന വീടുകൾക്ക് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. നിങ്ങൾക്ക് പൊളിച്ചു പണിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്യാം. അതല്ല ചെയ്യാൻ പറ്റാത്ത വീടുകളിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്
പിരമിഡ് വാസ്തുവിലൂടെയും ഫെങ്ഷുയിലൂടെയും വാസ്തുവിലൂടെയും സാധിക്കും. അത് ഓരോ വീടുകളും വന്ന് നോക്കി വീടിൻ്റെ ഡിഗ്രി ബേസ് ചെയ്ത് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്ത് അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കി യഥാസ്ഥലത്ത് യഥാവിധി കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അതിനെ മറികടന്നുകൊണ്ട് ജീവിതത്തിലേക്ക് വിജയിച്ചു വരാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കും. ഇപ്പോൾ ഫെങ്ഷുയുടെ പ്രോഡക്റ്റുകളെ പറ്റി പറയുമ്പോഴത്തേക്ക് പലർക്കും അറിയത്തില്ല. ചില വീടുകളിൽ ചെന്നിട്ട് അവർക്ക് പരിഹാരമായിട്ട് ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്താണ് സാറേ, അത് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റുകളെല്ലാം നമുക്കിവിടെ ഷോപ്പുണ്ട്, ഇവിടുന്ന് കൊറിയറായിട്ട് വേണമെങ്കിലും വന്ന് വാങ്ങിക്കുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചില പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ലോട്ടസ് ആണ്. ലോട്ടസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പോസിറ്റീവായിട്ട് എനർജി തരുന്ന ഒരു ക്രിസ്റ്റൽ ലോട്ടസ് ആണ് ഇത്. ഇത് നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വയ്ക്കാം. ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ലിവിംഗ് റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഹാളിൻ്റെ സെൻറ്ററിൽ ഒരു ടീപ്പ് ഇരിപ്പുണ്ട്. ആ ടീപ്പയുടെ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ലോട്ടസ് വയ്ക്കുന്നത് വളരെ ഒരു പോസിറ്റീവ് എനർജി ആ റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ലതാണ്. അതുപോലെ ചിലർ പറയും സാറേ വീട് വെച്ച അന്ന് തൊട്ട് എല്ലാവർക്കും കണ്ണാണ്, നമുക്ക് എന്തോ ദൃഷ്ടിദോഷങ്ങളുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് മറികടക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ ഐ നമുക്ക് വീടിന്റെ പ്രധാന വാതിലിന് സമീപം മറ്റൊരാൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ബ്ലൂ ഐ കാണുന്ന രീതിയിൽ ഇതിനെ ഹാങ് ചെയ്യാവുന്നതാണ്. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ടൂളുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. നമുക്ക് പഗോഡ ടവർ, അതായത് എഡ്യൂക്കേഷൻ ടവർ എന്ന് പറയുന്ന ഒരു ടവറാണത്. ഇത് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത്, സ്വീകരണമുറിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. ഒരു കുട്ടി പഠിക്കുന്നതൊന്നുമില്ല, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു പഗോഡ ടവർ മാത്രം വാങ്ങിച്ചു വെച്ച് വിദ്യാഭ്യാസം മെച്ചപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ റിസൾട്ട് കൊണ്ടുതരാനും ഈ പഗോഡ ടവറിന് സാധിക്കും. അതുപോലെ തന്നെ സാറേ സമ്പത്ത് വരാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ടൂൾ സാറ് നിർദ്ദേശിക്കാമോ, അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിൽ വയ്ക്കാൻ എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ റിസൾട്ടുള്ള ഒരു ഫെങ്ഷുയി ടൂളാണ് ഇത്. 3 ലെഗ്ഡ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ്. ഇതിന് 3 കാലുകളാണുള്ളത്. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ചൈനീസ് നാണയങ്ങളുണ്ട്, ഇൻഗോട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്റ്റോൺസ് ഉണ്ട്, അതേപോലെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള വീട്ടിലേക്ക് വരുന്നതിലാണ്. ഇതിലൊരു കോയിൻസ് ഉണ്ട്, ഇതിൽ ഇൻസൈഡും യാങ് സൈഡും ഉണ്ട്. ഇതിൽ യാങ് സൈഡ് ആണ് മുകളിൽ വരേണ്ടത്, ഇൻസൈഡ് അടിയിലാണ് പോകേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രോഗ് പുറത്തേക്ക് മെയിൻ ഡോറിൽ നിന്നും പുറത്തേക്കാണ് നോക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.